ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പടം മിസ് ഐഡന്റിറ്റി. ജനുവരി 2025 തുടങ്ങിയിട്ട് വൺ ഓഫ് ദ ബിഗ് റിലീസസ് ആണ് ഐഡന്റിറ്റി. ഈ പടത്തിൽ അത്യാവശ്യം നല്ല നീണ്ട ഒരു കാസ്റ്റ് ലിസ്റ്റ് തന്നെയാണുള്ളത്. ടൊവിനോ തോമസ്, തൃഷ കൃഷ്ണൻ, വിനയ് റായ്, ഷമ്മി തിലകൻ, മന്ദിര ബേഡി, അങ്ങനെ ഒരു നീണ്ട കാസ്റ്റ് ലിസ്റ്റാണ് ഉള്ളത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഖിൽ പോൾ ആൻഡ് അനസ് ഖാനാണ്. സിനിമാറ്റോഗ്രഫി ഹാൻഡിൽഡ് ബൈ അഖിൽ ജോർജ്, മ്യൂസിക് ബൈ ജെക്സ് ബിജോയ്, എഡിറ്റിംഗ് ബൈ ചമ്മൻ ചാക്കോ. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ്റെ പ്രീവിയസ് മൂവി ആയിരുന്നു ഫോറൻസിക് എന്നുള്ളത്. അതൊരു ആവറേജ് ടു അബവ് ആവറേജ് ലെവലിൽ നിന്നിരുന്ന ഒരു ത്രില്ലർ മൂവിയായിരുന്നു, ഒരു ത്രില്ലർ മൂഡുള്ളൊരു മൂവിയായിരുന്നു. ഒരു സൈക്കോപാത്തും അങ്ങനത്തെ രീതിയിലുള്ളൊരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് അത് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എന്നാലും ആ പടത്തിനും അതിൻ്റേതായ രീതിയിലുള്ള കുറേ ലെറ്റ് ഡൗൺസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ പടത്തിൻ്റെ ട്രെയിലറും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു, ഒരു ഐഡൻറ്റിറ്റി ബേസ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു. ബട്ട് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നതോടെ ഈ പടത്തിൻ്റെ ജോണറെ മാറിയിട്ട് കംപ്ലീറ്റ് ഒരു ആക്ഷൻ മോഡിലോട്ടാണ് പടം പോകുന്നത്. ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ പടം ടെക്നിക്കലി ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാര്യത്തിലെ പടം ഒട്ടും ലെറ്റ് ഡൗൺ ചെയ്തിട്ടില്ല. ടെക്നിക്കലി നല്ല രീതിയിലാണ് ഈ പടത്തിൻ്റെ മേക്കിംഗ്, നല്ല നല്ല ക്ലാസ് രീതിയിൽ തന്നെയാണ് പടത്തിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. ഇതിൽ അജു വർഗീസ് ഉണ്ട്. അജു വർഗീസിൻ്റെ VFX മാത്രം എനിക്ക് കുറച്ചൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയത്. VFX ആണോ, പുള്ളിയുടെ ലിപ്പിന് എന്തെങ്കിലും പറ്റിയേക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ജസ്റ്റിസ് ലീഗിൽ ജോസ് വീഡൻ്റെ ജസ്റ്റിസ് ലീഗിൽ സൂപ്പർമാന് മീശ VFX ചെയ്ത പോലെ ഒരു ഫീലായിരുന്നു അജു വർഗീസിൻ്റെ VFX. അഭിനയമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും ചെയ്തിരിക്കുന്നത്. ടൊവിനോ, തൃഷ, ഇവരൊക്കെ എടുത്തു പറയേണ്ടതാണ്. പക്ഷെ തൃഷയുടെ ക്യാരക്ടറൈസേഷൻ, തൃഷയുടെ റോൾ, അതിൽ തൃഷേനെ എന്തുകൊണ്ട് സ്പെസിഫിക്കലി തൃഷേനെ വെച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. തൃഷയുടെ റോള് വേറെ ആര് ചെയ്താലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട അഭിനയം ശരിക്കും അജു വർഗീസിൻ്റെ തന്നെയാണ്. കാരണം അജു വർഗീസിൻ്റെ അത്യാവശ്യം നല്ലൊരു ഇവോൾവ് ആയിട്ടുള്ള റോൾ, നല്ലൊരു മെച്യൂർ ആയിട്ടുള്ള റോൾ. പുള്ളീൻ്റെ അകത്തൊരു DYSP ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പുള്ളിയുടെ റോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു മെച്യൂർ റോളാണ്, കണ്ടിരിക്കാൻ തന്നെയാണെങ്കിലും നല്ല രസമായിരുന്നു. ടൊവിനോ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു OCD, ഒരു ഒബ്സഷൻ ഉള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കഥയിലോട്ട് കടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീല് ഈ പടം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ പടം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പടം ബേസിക്കലി ഒരു ആക്ഷൻ മൂവി എന്നൊരു ലെവലിലോട്ടാണ് പോകുന്നത്. വിനയ് റായും ഇതിലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പുള്ളിന് ഓൾമോസ്റ്റ് മലയാള ഫിലിമിലെല്ലാം ടൈപ്പ് കാസ്റ്റായി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ളൊരു ക്ലീഷേ ബ്രേക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടും ട്വിസ്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടിങ് സീൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഭയങ്കര പ്രഡിക്റ്റബിളായിട്ട് ഇതിന്നാളല്ലേ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനൊരു പടം സസ്പെൻസ് ത്രില്ലർ മൂഡിലൊന്നുമല്ല ഈ പടം പോകുന്നത്. അത് കാരണം ഒരു സീനിൽ സസ്പെൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സീനിൽ അപ്പം തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അവർ തന്നെയാണ്. ലൈക്ക് നെക്സ്റ്റ് സീനിൽ തന്നെ ആ ഒരു സസ്പെൻസ് അവർ ബ്രേക്ക് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിമിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിൻ്റെ അടുത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം വൈ ദേ ഡിഡ് ദാറ്റ് എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് വന്നുകൊണ്ടിരുന്നത്. അറ്റ് ടൈംസ് അത് യൂസ്ഫുൾ ആണെങ്കിലും കുറേ സീൻസ് ഇത് റെപ്പിറ്റേറ്റീവായിട്ട് ഇങ്ങനെ ഈ എക്സ്പ്ലനേഷൻ വന്നുകൊണ്ടിരുന്നു. ഒരു ഫാക്റ്റ് പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ചില സീൻസിലേക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു, ചില സീൻസിലേക്ക് ഒരുമാതിരി സ്പൂൺ ഫീഡിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. പടം പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നല്ല നല്ല ടെക്നിക്കലും നല്ല മേക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ ഓപ്പൺലി പറയാമല്ലോ, ഭയങ്കര ബ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് പടത്തിൻ്റെ ഒരു ഫ്ലോ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പോയിന്റിലെത്തുമ്പോഴും വലിയ ഹൈയോ കാര്യങ്ങളൊന്നും പടം എനിക്ക് തന്നില്ല. ഇങ്ങനെ കുറേ റെവലേഷൻസും റിവീലിങ്ങിനൊക്കെ വരുന്ന സമയത്തൊന്നും എനിക്ക് അത്ര വലിയൊരു ഹൈ വരണ്ടായിരുന്നില്ല. ലൈക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാണ്ട് ഒരു ഗ്രിപ്പിംഗ് രീതിയിലുള്ളൊരു ത്രില്ലറോ നമുക്കിനി എന്ത് സംഭവിക്കും എന്ന് കാണിക്കാനുള്ളൊരു എന്ത് സംഭവിക്കുമെന്ന് കാണാനുള്ളൊരു ഫീലൊന്നും പടത്തിൽ തരണ്ടായിരുന്നില്ല. ഭയങ്കര ഒരേ പേസിങ് ഇങ്ങനെ പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കണമായിരുന്നു ഫിലിം. ഇതിൻ്റെ അകത്തൊരു ക്ലൈമാക്സ്, ഒരു പ്ലെയിനിലൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ നീറ്റ്ലി എക്സിക്യൂട്ടഡ് ആണ് ഈ പടത്തിൽ. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മേലെ ചെയ്തിരിക്കുന്നത്. പക്ഷേ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ ഡ്യൂറേഷൻ കൂടുതലുള്ള പോലെ നമുക്ക് തോന്നുന്നു. ലൈക്ക്
ഒട്ടും എൻഗേജ് ആവേണ്ടതില്ല, കണ്ടിരിക്കാമെന്നല്ലാണ്ട് ഒട്ടും എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തിപ്പം നടക്കണേ എന്നുള്ളൊരു ഫീൽ ആയിപ്പോൾ. സോ ടു എൻഡ് ഐഡൻറ്റിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡീസൻറ്റ് വാച്ചാണ്. വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടിറങ്ങാൻ പറ്റുന്നൊരു മൂവിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. ടെക്നിക്കലി അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളെല്ലാം നല്ല ടോപ്പ് നോച്ചാണ്. ആക്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പക്കയാണ്. ഫിലിമിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സ്റ്റോറി അതിൻ്റെ ഒരു പേസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പടം കണ്ടത് വനിത തിയേറ്ററിലാണ്. വനിത വിനിതയ്ക്ക് ആകെ അത്യാവശ്യം നല്ല രീതിയിൽ മാറിപ്പോയിരിക്കുന്നു. 10 മണിയുടെ ഷോ ആയിരുന്നു. ആ സമയത്ത് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു, മിക്കവരും ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് ദാറ്റ്സ് ഐഡൻറ്റിറ്റി ഫോർ യു. സോ ടേക്ക് കെയർ. എന്തായാലും ന്യൂ ഇയർ ഐഡന്റിറ്റി കൊണ്ടുപോയി.